അതിദരിദ്രൻ മരിച്ച് പിന്നെ ആത്മഹത്യ ചെയ്തു. അതുപോലെ ഈ പല ഘട്ടങ്ങളിലായി പലരും ചികിത്സ കിട്ടാതെ മരിച്ചിട്ടുണ്ട്. നമുക്കറിയാം പെരിട്ടോണിയൽ ഡയാലിസിസ് കാത്തു കിടക്കുന്ന 800 പേരുണ്ട് കേരളത്തിൽ. അവർക്ക് ആ ഡയാലിസിസിനുള്ള ഫ്ലൂയിഡ് വാങ്ങിക്കൊടുക്കുന്നത് സർക്കാരാണ്. വലിയ ചിലവുള്ള കർമ്മമായതുകൊണ്ട് ആ ഫ്ലൂയിഡ് വാങ്ങിക്കൊടുക്കാൻ പോലും സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. അത്രയ്ക്കും ഖജനാവ് കാലിയായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനെ 7 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാൻ പറ്റാത്ത ഒരു സർക്കാർ, എന്നിട്ടും നയപ്രഖ്യാപനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളൊക്കെ അതിഗംഭീരമായിട്ട് മുൻപോട്ട് പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ നമ്മൾ എന്തു പറഞ്ഞാൽ വിളിക്കുക? അതായത് ഒരു സംസ്ഥാനം, പ്രത്യേകിച്ച് ഒരു LDF ഗവൺമെൻറ് എന്ന് വെച്ചാൽ ജനക്ഷേമകരമായിട്ട് ഭരിക്കേണ്ടതാണ്. ജനക്ഷേമത്തിന് സഹായകമായ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുമാണ്. അപ്പോൾ ജനക്ഷേമം എന്ന് പറയുമ്പോൾ താഴെ തട്ടിലുള്ളവരുടെ ക്ഷേമമാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് പരിഗണിക്കേണ്ടതും പൂർത്തീകരിക്കേണ്ടതും. ആ താഴെ തട്ടിലുള്ളവരാണ് 6 മാസമായിട്ട് അല്ലെങ്കിൽ 5 മാസമായിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ വലയുന്നത്. പട്ടിണിയിലും പരിവട്ടത്തിലും ചികിത്സ എടുക്കാൻ, അത്യാവശ്യ ചികിത്സ പോലും എടുക്കാൻ കഴിയാതെയും ഒക്കെ കഴിയുന്നത്. അപ്പോൾ ഈ 60 കഴിഞ്ഞവരാണല്ലോ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തേടുന്നവർ. അവരിൽ തന്നെ രോഗികളും ഒക്കെ ആയിട്ടിരിക്കുന്നവർക്ക് കൂലിപ്പണിക്ക് പോയി ഒന്നും എടുക്കാൻ വലിയ സാധ്യതകളില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നയപ്രഖ്യാപനത്തിലും ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളൊക്കെ പൂർവാധികം ഗംഭീരമായിട്ട് മുൻപോട്ട് പോകുന്നു എന്ന് ഗവൺമെൻറ് പറയുന്നത്. അതായത് ഗവൺമെൻറ് പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നത്. ഇതാരെ വിശ്വസിപ്പിക്കാനാണ്? അഥവാ ഇത്ര വിശ്വാസവഞ്ചന ഒരു ഗവൺമെൻറ് കാണിക്കണോ എന്ന ചോദ്യങ്ങളൊക്കെ അവിടെ ഉയരുന്നുണ്ട്. എന്തായാലും സർക്കാർ അത്യാവശ്യമായിട്ടും വിഭവ സമാഹരണം നടത്തി ഈ പറയപ്പെട്ടവരുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്രയും വേഗം കുടിശ്ശികയോടുകൂടി കൊടുത്തു തീർക്കണം. അത് ഗവൺമെൻറ് തീർക്കും. കാരണം അതും ഒരു പക്ഷേ ഇനി ഒരു ഇലക്ഷൻ രാഷ്ട്രീയമാക്കി വെച്ചിരിക്കുകയാകാം. ഇലക്ഷൻ ഡിക്ലയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ മാസങ്ങളിൽ എല്ലാ കുടിശ്ശികയും കൂടെ എങ്ങനെയെങ്കിലും സംഭരിച്ച് അതങ്ങ് ഒറ്റയടിക്ക് ഓരോരുത്തരുടെയും കൈകളിലെത്തി അവർ വലിയ സന്തുഷ്ടരാകും. ഇനി എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തരുമെന്ന് അടിച്ചു പറയുക, അങ്ങനെ അപ്പോൾ അവരെ വിശ്വസിപ്പിക്കുക, അങ്ങനെ അവരുടെ വോട്ട് നേടുക. അങ്ങനെയുള്ള ചില തന്ത്രങ്ങളും ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അങ്ങനെ തന്ത്രങ്ങളുണ്ടെങ്കിൽ ഗവൺമെൻറ് ഒന്ന് മനസ്സിലാക്കുക, ഈ തന്ത്രങ്ങൾക്ക് വേണ്ടിയല്ല, യഥാർത്ഥത്തിൽ ദാരിദ്ര്യം കൊണ്ട് കരയുന്നവരെ അവരുടെ കണ്ണീര് കണ്ടില്ലെന്ന് നടിക്കരുത്. യഥാർത്ഥത്തിൽ ദാരിദ്ര്യം കൊണ്ട് മരുന്ന് വാങ്ങാൻ അല്ലെങ്കിൽ ചികിത്സ തേടാൻ കഴിയാത്തവർ അവരെ മരണത്തിലേക്കോ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത്. അതല്ല ഒരു ഭരണകൂടത്തിൻ്റെ കർത്തവ്യം. അത്തരക്കാരെ അതിൽ നിന്ന് തടയുക, അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാം മുൻഗണന എന്നോർത്ത് ഗവൺമെൻറ് മുന്നേറണം. അല്ലെങ്കിൽ ജനമുന്നേറ്റമുണ്ടാകും സർക്കാരിനെതിരായി എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എല്ലാ ഫണ്ടും കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ്. അതായത് 814 കോടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള കേന്ദ്ര എന്താണ് പറയുക വിഹിതമായിട്ട് കിട്ടേണ്ട, അതായത് ഗ്രാൻറ്റ്. ആ ഗ്രാൻറ്റിൽ നിന്ന് ആദ്യത്തെ 3 ഗഡുവായിട്ടാണ് ആ ഗ്രാൻറ്റ് കിട്ടേണ്ടത്. അതിലെ ആദ്യത്തെ ഗഡു 212 കോടി വന്നു. ആ 212 കോടിയും ഇതുവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറിയിട്ടില്ല, വക മാറ്റി ചെലവഴിച്ചു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അതായത് കേന്ദ്രം ഏത് ഫണ്ട് എങ്ങനെ തന്നാലും അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് തിരിച്ച് കേന്ദ്ര സർക്കാരിലെത്തണം. അതും CAG ഓഡിറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്. അതായത് കൃത്യമായിട്ട് കൊടുത്ത ആവശ്യത്തിന് തന്നെ രംഗത്ത് തന്നെ ഇത് ചെലവഴിച്ചു, ഉൽപാദനകരമായ രീതിയിൽ അത് ചെലവഴിച്ചു എന്ന് ഉറപ്പുവരുത്താനാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കിട്ടിയതേയില്ല, അതുപടി വകമാറ്റി ചെലവഴിച്ചു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗഡു കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല. അതിന് കേന്ദ്രത്തെ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ 28 സംസ്ഥാനങ്ങളും തോന്നിയതുപോലെ കിട്ടുന്ന ഗ്രാൻ്റ് ആകട്ടെ, കിട്ടുന്ന റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻ്റ് ആകട്ടെ, അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഏത് വിഹിതവും തോന്നിയതുപോലെ വകമാറ്റി ചെലവഴിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യ വികസനത്തിലേക്ക് പോകുന്നതിന് പകരം
കടക്കണിയിലേക്ക് 1990-91 കാലഘട്ടത്തിൽ കടക്കണിയിലേക്ക് പോയത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടല്ല. പക്ഷേ കടമെടുപ്പ് കേന്ദ്രവും സംസ്ഥാനങ്ങളും എന്താണ് ഒത്തിരി കടമെടുത്തത് കൊണ്ട്, അതായത് മത്സരിച്ച് കടമെടുത്തത് കൊണ്ടാണ് അന്ന് കടക്കണിയിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ടായത്. അതിനി ഉണ്ടാകരുത് എന്ന് വിചാരിച്ചാണ് കേന്ദ്ര ഗവൺമെൻറ് പല കർശന നടപടികളും, അതായത് CAGയുടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ഫണ്ട് നൽകൂ എന്നൊക്കെ വാശി പിടിക്കുന്നത്. അതേസമയത്ത് ബ്രാൻഡിങ് നടത്തിയാലേ തരൂ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വകതിരിവില്ലായ്മയുടെ ഉദാഹരണമാണ്. കാരണം നമ്മൾ എന്നെയും നിങ്ങളെയും പോലുള്ളവർ, നമ്മളെക്കാൾ ദരിദ്രർ ഒക്കെ കൊടുക്കുന്ന നികുതിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വരുമാനം. നികുതിയും നികുതിയേതര ചെലവുകളും നമ്മൾ വഹിക്കുന്ന ചെലവുകൾ, അവയാണ് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും വരുമാനം എന്ന് പറയുന്നത്. ആ വരുമാനമെടുത്ത് ഈ രാജ്യത്തിന് വേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ മുഖവും സംസ്ഥാനത്തിൻ്റെ മുഖവും അവിടെ ബ്രാൻഡിംഗ് ആയിട്ട് കാണിക്കണം. ഇത് ഞങ്ങളുടെ പങ്കാണ് എന്ന് കാണിക്കണം എന്ന് പറയുന്നത് തന്നെ എന്തൊരു പരിഹാസ്യമായ ഒരു മനോഭാവമാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുള്ളത് എന്ന് അതൊക്കെ വോട്ട് ബാങ്കിലേക്കുള്ള കൈയിടലാണ്. അപ്പോൾ അതായത് ഞങ്ങൾ ഇത്രയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് തരിക, ഞങ്ങൾ ഇത്രയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് തരിക. ആ തരത്തിൽ മത്സരിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണ് കേന്ദ്രവും സംസ്ഥാനവും.